ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മലയാളം ബിഗ് ബോസ് ഈ മാർച്ചിൽ തുടങ്ങുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ ഏഷ്യാനെറ്റുമായി ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നത് മാർച്ചിൽ ബിഗ് ബോസ് തുടങ്ങില്ല. അതിന്റെ പ്രധാന കാരണം CJ റോയിയുടെ മരണം തന്നെയാണ്. കാരണം CJ റോയിയാണ് ടൈറ്റിൽ വിന്നർക്കുള്ള, അതായത് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ആൾക്കുള്ള പ്രൈസ് കൊടുത്തിരുന്നത്. ഇദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് ഇവർ ഏറ്റെടുക്കും തോന്നുന്നില്ല. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുകയാണെങ്കിൽ ഇവരുടെ കമ്പനി ഇപ്പോൾ ഇൻകം ടാക്സ് റെയ്ഡിന്റെ കേസിലാണ്. അതുകൊണ്ട് അവർ ഇനിയും അത് ഏറ്റെടുക്കാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് പുതിയ സ്പോൺസറെ തേടണം, അവരുമായിട്ട് എഗ്രിമെന്റ് ഒക്കെ നോക്കണം. ഇങ്ങനെയാണ് ഏഷ്യാനെറ്റുമായി ബന്ധപ്പെടുന്ന ആൾക്കാർ പറയുന്നത്. കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ CJ റോയി ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ്. റോയി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു എന്ന തരത്തിലുള്ള ഡയറി കുറിപ്പുകൾ കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചു എന്ന വിവരം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നു, വിദേശ സംരംഭങ്ങളിൽ തിരിച്ചടി നേരിട്ടു, പണം നൽകാനുള്ളവരുടെ വിവരങ്ങൾ അടക്കം ഡയറിയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. CJ റോയുടെ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കുടുംബം ഇന്ന് പ്രസ് മീറ്റ് കൊടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് പ്രസ് മീറ്റ് ഉണ്ടാവില്ലെന്നാണ് അവർ പറയുന്നത്. കാരണം CJ റോയുടെ എന്ന് പറയുന്ന ഒരു ഡയറി കണ്ടെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് കണ്ടെടുത്തേക്കുന്നത്. ആ ഡയറിയിൽ പറയുന്നത് ഇൻകം ടാക്സ് അല്ല അദ്ദേഹത്തിന്റെ മരണത്തിന്റെ കാരണം. അദ്ദേഹം നേരത്തെ ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നു. അതിന്റെ പ്രധാന കാരണം അദ്ദേഹത്തിന്റെ കമ്പനിയിൽ വന്ന ചില വീഴ്ചകളാണ്. അദ്ദേഹത്തിന്റെ കടങ്ങളൊക്കെ പുറത്തറിയിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ അഭിമാനം അദ്ദേഹത്തെ സമ്മതിച്ചിരുന്നില്ലെന്നാണ് പറയുന്നത്. എന്റെ അഭിപ്രായത്തിൽ ജീവനേക്കാളും വലുതല്ല ഒരു അഭിമാനവും. ഇദ്ദേഹത്തിന്റെ മരണം എന്ന് പറയുകയാണെങ്കിൽ സൈലൻസർ ഘടിപ്പിച്ച തോക്കില് നെഞ്ചിൽ വെടിവെച്ചെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ശബ്ദം പുറത്തേക്ക് കേട്ടില്ല. ബുള്ളറ്റ് ഹൃദയം തുളച്ച് ശ്വാസകോശം തുളച്ച് പുറത്തോട്ട് പോയെന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ മരണത്തിന് ഇൻകം ടാക്സിന്റെ ഉത്തരവാദിത്വമില്ലായ്മയും കാരണമായിട്ടുണ്ട്. ഒരു സ്ഥാപനം റെയ്ഡ് ചെയ്യുമ്പോഴത്തേനും ആ സ്ഥാപനത്തിലെ മുതലാളിയുടെ ദേഹപരിശോധന അത്യാവശ്യമാണ്. മാത്രമല്ല കയ്യിൽ എന്തെങ്കിലും മാരകായുധങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം. മാരകായുധങ്ങൾ മാത്രമല്ല, ചെറിയൊരു ബ്ലേഡ് പോലും കയ്യിൽ കരുതാൻ പാടില്ല. കൂടാതെ ഡോക്യുമെന്റ് ഒക്കെ എടുക്കാൻ പോകുമ്പോഴത്തേനും ഒരു ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥൻ അയാളുടെ കൂടെ ഉറപ്പായിട്ടും വേണം. ഇതൊന്നും ഇവർ പാലിച്ചിരുന്നില്ല. പിന്നെ ഇദ്ദേഹത്തിന്റെ കുടുംബക്കാർ പറയുന്നുണ്ട് ഇൻകം ടാക്സ് ഓഫീസേഴ്സ് ഒരുപാട് സമ്മർദ്ദം ഇദ്ദേഹത്തിന് കൊടുത്തിരുന്നെന്ന്. അങ്ങനെ സമ്മർദ്ദം കൊടുത്തിരുന്നെങ്കിൽ ഇദ്ദേഹത്തെ തനിച്ച് ക്യാബിനിലേക്ക് ഡോക്യുമെന്റ് എടുക്കാനായിട്ട് വിടുവോ? ഇദ്ദേഹത്തെ മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ വിശ്വസ്തനായ ജോസഫിനെയും വിട്ടിട്ടുണ്ടായിരുന്നു ക്യാബിനിലേക്ക്. ഇവർ രണ്ടുപേരുമാണ് പോയത്. ക്യാബിനിലെത്തിയ ഉടനെ റോയ് ജോസഫിനോട് പറഞ്ഞു, നീ പുറത്തൊന്ന് പോയിട്ട് വാ, എനിക്ക് അമ്മയൊന്ന് വിളിക്കണമെന്ന്. ജോസഫ് പുറത്തുപോയി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ജോസഫ് തിരിച്ചു വന്നു. ജോസഫ് തിരിച്ചു വന്നപ്പോഴത്തേനും റോയിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥര്, അതായത് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരല്ല, റോയിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥര് ജോസഫിനെ തടഞ്ഞു. അകത്തേക്ക് ആരെയും കടത്തിവിടലെന്ന് പറഞ്ഞു. ജോസഫ് കുറെ നേരം കാത്തിരുന്നതിന് ശേഷം റോയിയുടെ ക്യാബിൻ എടുത്തോട്ട് പോയി. ക്യാബിന്റെ വാതിൽ പൂട്ടിയേക്കുമായിരുന്നു. വാതിൽ പൊളിച്ചാണ് ജോസഫ് അകത്ത് കയറിയെന്നാണ് പറയുന്നത്. അകത്ത് കയറിയപ്പോഴത്തേനും റോയി ഒരു കസേരയില് ബ്ലഡിൽ കുളിച്ചിരിക്കുന്നു. ഇതാണ് ജോസഫ് പറഞ്ഞ കഥ. ബാംഗ്ലൂർ പോലീസ് ഇത് കൊലപാതകമാണെന്ന് വരെ അന്വേഷിക്കുന്നുണ്ട്. റോയി ഇന്റർവ്യൂവിലൊക്കെ പറഞ്ഞിരുന്നു എനിക്ക് സമ്മർദ്ദം പ്രശ്നമല്ലെന്ന്. ദൈവത്തിനോട് നന്ദിയുള്ളൂ. ബട്ട് ദ റീസൺ ഇസ് ദാറ്റ് ഐ പ്ലേ എവറി റോൾ ഡിഫറെന്റ്ലി അറ്റ് ഡിഫറെന്റ് ടൈംസ്. മുതലാളിയുടെ ഫീലിംഗ് കയറി അവിടെ ഇരുന്നു, അന്ന് നിങ്ങളുടെ തകർച്ച തുടങ്ങും. നിങ്ങൾ മുതലാളി ഈസ് ഓൺലി ഫോർ ദാറ്റ് സ്മോൾ പാർട്ട് ഓഫ് ടൈം ഇൻ യുവർ ലൈഫ് ആസ് എ ചെയർമാൻ. അത് കഴിഞ്ഞാൽ യു ഷുഡ് ടേക്ക് ഡിഫറെന്റ് റോൾസ് ഇൻ യുവർ ലൈഫ്. അപ്പോൾ ഒരു വാട്ട് യു സേ ദാറ്റ് ഒരു there will be not much of attention. പക്ഷേ കോൺഫിഡൻസ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നുണ്ട് ചെറിയൊരു പ്രശ്നം, അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ റോയിയെ കുറിച്ച് നെഗറ്റീവായിട്ട് എന്തെങ്കിലും വന്നാൽ റോയി ടെൻഷൻ അടിക്കാറുണ്ടെന്ന്. റോയിയെ കുറിച്ച് റോയി പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. ഒരിടയ്ക്ക് റോയി സ്വിറ്റ്സർലാൻഡിൽ പോയിട്ട് ബിസിനസ് പഠിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. റോയി തന്നെയാണ് ഇതൊക്കെ പറഞ്ഞത്. പക്ഷെ പിന്നെ അത് കള്ളമാണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ കുടുംബം പറഞ്ഞിരുന്നത് 3 ദിവസമായിട്ട് റോയി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൺട്രോളിലായിരുന്നെന്നാണ്. അങ്ങനെ കൺട്രോളിലാണെങ്കിൽ പുള്ളിയുടെ കയ്യിൽ എങ്ങനെ തോക്ക് കാണും? ഇതൊക്കെ സംശയമുള്ള കാര്യങ്ങളാണ്. രാഷ്ട്രീയക്കാരുടെ കള്ളപ്പണം കൈവശം വെച്ചിട്ടുണ്ടെന്നുള്ള പേരിലാണ് ഇദ്ദേഹത്തിന്റെ ബാംഗ്ലൂരിലുള്ള ഹെഡ് ഓഫീസിൽ ED അന്വേഷണം നടത്തിയത്. കഴിഞ്ഞ ഡിസംബറിൽ ബംഗളൂരുവിലുള്ള പ്രമുഖ ബിൽഡർമാരുടെ വീടുകളിലും ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ ആദായനികുതി വകുപ്പ് റെയ്ഡ് നടത്തിയിരുന്നു. രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ളവരുടെ കള്ളപ്പണം ബിൽഡർമാർ വഴി എത്തിയിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. അന്ന് ഈ ഓഫീസ് അടക്കമുള്ള സ്ഥലങ്ങളിലും റെയ്ഡ് ഉണ്ടായിരുന്നു. ഈ സമയത്ത് CJ റോയ് രാജ്യത്തുണ്ടായിരുന്നില്ല. അന്ന് നടന്ന പരിശോധനയിൽ ചില രേഖകൾ കണ്ടെടുക്കുകയും രേഖകൾ ഇവിടെ തന്നെയുള്ള ഒരു മുറിയിൽ വെച്ച് പൂട്ടി സീൽ ചെയ്യുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്ക് വേണ്ടിയാണ് 3 ദിവസം മുൻപ് ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഓഫീസിലേക്ക് എത്തുന്നത്. ഈ രേഖകളാണ് ഇന്ന് ഉദ്യോഗസ്ഥർ പരിശോധിച്ചത്. കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്ക് ബംഗളൂരുവിൽ പരിശോധന നടത്താൻ അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി CJ റോയ് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് പരിശോധനകൾക്ക് കോടതി സ്റ്റേ അനുവദിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം കോടതി സ്റ്റേ പിൻവലിച്ചിരുന്നു. ഇതിനുശേഷമാണ് വീണ്ടും പരിശോധനകൾ ആരംഭിച്ചത്. തർക്കമോ സമ്മർദ്ദമോ ഉണ്ടായിട്ടില്ല എന്നും ഇടപെട്ടത് സൗഹൃദപരമായിട്ടാണെന്നുമാണ് ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. ഇദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഇപ്പോഴും കിട്ടിയിട്ടില്ല. നമ്മൾ അറിയാത്ത ഇല്ലീഗൽ ആയിട്ടുള്ള ബിസിനസ് ഒക്കെ ഇദ്ദേഹത്തിന്റെ പേരിലുണ്ടോ? അതൊക്കെയാണ് ഇനി തെളിയേണ്ടിയിരിക്കുന്നത്. ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ അത് തെളിയുമായിരിക്കും. ഗൈസ്, ഇതോടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എനിക്ക് ഇത്രയൊക്കെ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.